ഹായ് നമസ്കാരം. ഞാൻ രാകേഷ് ജി. നമ്മൾ ഇന്നിപ്പം ഞാൻ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു ചെറിയൊരു ഗാഡ്ജറ്റിനെ കുറിച്ചാണ്. പൊതുവേ നമ്മൾ ഓരോ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് അതിൻ്റേതായ ഒരു ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ മെനിഞ്ഞാന്നത്തെ വീഡിയോ എൻ്റെ 2 ദിവസം ഇന്നലെ മെനിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 365 ദിവസമായി. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എൻ്റെ ഒരു ലൈവ് വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ലൈവ് വീഡിയോ ഇട്ട സമയത്ത് ഇൻട്രപ്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഫുൾ ടൈം നമുക്ക് ഓൺ ആയിരിക്കണം. അപ്പോൾ ഫോണിൻ്റെ നെറ്റല്ല യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ ബ്രോഡ്ബാൻഡ് നെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രോഡ്ബാൻഡ് കട്ടാകാതിരിക്കാൻ വേണ്ടി എനിക്ക് ഇൻവേർട്ടർ ഇല്ലാത്തതുകൊണ്ട് കട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ച് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ ഒരു UPS ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റമൊക്കെ കണക്ട് ചെയ്യുന്നാൽ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂട്ടബിൾ ആയിരിക്കും. പിന്നെ ഞാൻ ഓർത്ത് UPS ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഡിവൈസാണ്, അത്രയും ആവശ്യം വരുന്നില്ല ഒരു ബ്രോഡ്ബാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ ചിന്തിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്ന് തിരക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിന് പറ്റുന്ന, അതായത് ബ്രോഡ്ബാൻഡിന് പറ്റുന്ന ഒരു UPS ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Expert. ഓക്കെ, അപ്പം നമുക്കിവരെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ സാധനം, എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു UPS ആണ്. കണ്ടാൽ UPS ആയിട്ട് തോന്നത്തില്ല, എന്നാൽ ഇത്രയേ ഉള്ളൂ സാധനം. ഇതിൻ്റെ പ്രൈസ് വരുന്ന ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ പ്രൈസ് ഇത് കാണിച്ചിരിക്കുന്നത്, നമ്മുടെ പാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന 3999 രൂപയാണ്. അത്രയൊന്നും വരുന്നില്ല. ഇവിടെ പുറത്തൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിനകത്ത് 1904 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്ന 1550 രൂപയ്ക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇത് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. വലിയ അൺബോക്സിംഗ് ആയിട്ട് ഞാൻ പറയുന്നില്ല, എന്നാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം. ഇത്രയേ ഉള്ളൂ സാധനം. എല്ലാവർക്കും അത് കാണാതിരിക്കാൻ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഇത് 12 വോൾട്ടിൻ്റെ UPS ആണ് വരുന്നത്. UPS എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, അൺട്രിപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 12 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന 12 വോൾട്ട് 2000 mAh ആണ് വരുന്നത്. ഇൻപുട്ട് വരുന്നതും 12 വോൾട്ട് 2000 mAh തന്നെയാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും, രണ്ടും സെയിം ഫ്രീക്വൻസിയാണ് പോകുന്നത്. പിന്നെ ഇതിന് 2 പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ. ഈ 2 പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലുള്ള ഒരു ഔട്ട് പോർട്ടും ലെഫ്റ്റ് സൈഡിലുള്ളൊരു ഇൻ പോർട്ടുമാണ് വരുന്നത്. അതായത് കറണ്ട് ഇതിൽ കയറി, അതായത് നമ്മുടെ നോർമൽ എലിമിനേറ്റേഴ്സിൽ നിന്ന് വരുന്ന 12 വോൾട്ട് ഡയറക്റ്റ് ഇതിൽ കയറുകയാണ്. ഇതിൽ നിന്നാണ് ഔട്ട് നമ്മുടെ ബ്രോഡ്ബാൻഡ് നെറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ, കറണ്ട് വല്ലതും പോവുകയാണെങ്കിൽ ഇൻ കേസ് നമ്മുടെ പവർ ഫെയിലിയേഴ്സ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ, ഇതിപ്പം ഇവിടെ ഒരു സ്വിച്ചും കൂടെ ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. എല്ലാവർക്കും ഇപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഓൺ ഓഫ് സ്വിച്ചിനകത്ത് നമ്മളിതിപ്പം ഓൺ കണ്ടീഷനിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം ഇവിടെ ലൈറ്റ് ഓൺ ആയിരിക്കുന്നത്. ഈ ഒരു യൂണിറ്റ് ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് നോർമലായിട്ട് ഫുൾ ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നമ്മൾ ചാർജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഞാൻ ഇന്നലെ ഇത് മേടിച്ചതേ ഉള്ളൂ, അത് ഞാൻ അന്നേരം തന്നെ കണക്ട് ചെയ്ത് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. അന്നേരം ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്ലിപ്സ് വരുന്നുണ്ട്, ക്ലിപ്സ് അല്ല കണക്റ്റേഴ്സാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് കണക്റ്റേഴ്സും ഇത് ഔട്ട്പുട്ടിനുള്ള കണക്റ്റേഴ്സും. ഔട്ട്പുട്ടിന് ഒരെണ്ണേ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കേബിളും കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ്, ഈ ഒരു കേബിള്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മുടെ ബ്രോഡ്ബാൻഡിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു UPS ഞാൻ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതായത് ഇതിപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ബ്രോഡ്ബാൻഡിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡത്തിലോട്ട് ഞാനിതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ പവർ സോഴ്സ്, അതായത് ഈ മോഡത്തിലോട്ട് വരുന്ന പവർ സോഴ്സ് ഞാൻ ഡിസ്കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ലൈനിൻ്റെ, അതായത് നമ്മുടെ UPSൻ്റെ ഇന്നും ഔട്ടും ഇന്നിലോട്ട് ഞാൻ കൊടുക്കുകയാണ് ഈ ഒരു സോഴ്സ്. ഇത് ഞാൻ കണക്ട് ചെയ്തു. അന്നേരം എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഗ്രീൻ ലൈറ്റ് കത്തിയിരിക്കുന്നത്. ഞാനിത് ഓഫാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കൺസപ്ഷൻ വരുന്നില്ല. എന്നിട്ട് ഞാൻ ഇതിന് സൂട്ടബിളായിട്ട്, അതായത് ഇതിൻ്റെ ഔട്ട് കൊടുക്കാൻ സൂട്ടബിളായിട്ടുള്ള ഒരു ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ഇതാണ് ഔട്ട് കൊടുക്കാൻ സൂട്ടബിൾ. ഇത് രണ്ടും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നടക്കുന്നില്ല. അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഇൻപുട്ട് കണക്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻപുട്ട് കണക്റ്റേഴ്സിൽ നമുക്ക് വേണ്ട ഇതിലോട്ട് സൂട്ടാകുന്നത് ഏതാണെന്നുള്ള ആദ്യം ഒന്ന് കൺഫേം ആക്കി. ഇത് ഓക്കെയാണ്. ഓക്കെ, എന്നിട്ട് ഇത് സെറ്റാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ നേരെ നമ്മുടെ വൈഫൈ മോഡത്തിലോട്ട് കണക്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഇവിടെ ഗ്രീൻ ലൈറ്റ് ഓൺ ആണ്. ഇപ്പം ഇതിലോട്ട് കണക്ഷൻ വരുന്നുണ്ട്. ഞാനിതിപ്പം കവർ ചെയ്തിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, രാത്രി ഇതിനകത്തുള്ള വെട്ടക്കൂടുതലായതുകൊണ്ടാണ് ഞാനിതൊന്ന് ഓഫ് ചെയ്തിട്ട്, മീൻസ് ഇതൊന്ന്
ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഇതിൻ്റെ പവർ ഓൺ ആയിട്ടുണ്ട്. പവർ ഓണിൻ്റെയാണ് ഈ ലൈറ്റ് വരുന്നത്. ഇൻ കേസ് നമ്മുടെ കറണ്ട് സപ്ലൈ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം വർക്ക് ചെയ്യുന്നില്ലാത്തത് ഞാനിത് ഓഫ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇൻ കേസ് ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പവറുണ്ട്. ഇപ്പം ഞാൻ വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ പവർ വരുന്ന സമയത്ത് ഇത് ചാർജ് ആകുകയും ചെയ്തോളൂ. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും ഒരു ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് ഇവിടെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ഇപ്പം ചാർജ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിലോട്ടും സപ്ലൈ പോകുന്നുണ്ട്. ഇതാണ് ഈ ഒരു UPSൻ്റെ ഏറ്റവും പ്രധാന പരിപാടി. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കുഞ്ഞ് ഡിവൈസ് എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ആവശ്യമുള്ള ആൾക്കാർ, അതായത് ഇപ്പം വീട്ടിൽ UPS ഇല്ല, കൂടുതലും കറണ്ട് ഫെയിലിയേഴ്സൊക്കെ പവർ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചെങ്കിലും UPS എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണല്ലോ ഒരു 2600 3000 അടുപ്പിച്ചെങ്കിലും നമുക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു മോഡലിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 1500 വലിയ നഷ്ടമില്ലാത്തൊരു റേഞ്ചാണ്. ഓൺലൈനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയ സമയത്ത് 999 കിടപ്പുണ്ട്, 1000 രൂപ. അപ്പം എനിക്ക് പെട്ടെന്ന് ഓൺലൈൻ അത്ര അത്യാവശ്യം വന്നൊരു സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതും മേടിക്കാനുള്ള പ്ലാൻ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഓൺലൈനിലോട്ട് പോയില്ല, ജസ്റ്റ് ഞാൻ ഒന്ന് മേടിച്ചു. ഇനി ഞാനിത് കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കട്ടെ. ഏതായാലും നിലവിൽ എനിക്ക് തോന്നുന്നില്ല വേറെ കുഴപ്പം വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. കാരണം ഇതിനകത്തൊരു യൂസർ മാനുവലുണ്ട്. ഈ യൂസർ മാനുവൽ ഞാൻ വായിച്ചപ്പോഴാണല്ലോ അവർ ഇതിനകത്ത് കണ്ടിന്യൂസ് വർക്കിങ്ങിന് പ്രോബ്ലം ഇല്ലെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫുൾ ടൈം കണക്ട് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും, അതിന് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ബാറ്ററി ആയതുകൊണ്ടും റീചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് ഒരു 2 വർഷം ഒക്കെ മാക്സിമം ഇതിനൊരു കാലാവധി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം 4 hours ആണ് അവർ പറയുന്നത്. വർഷം കൂടുന്തോറും ഇതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് 4 എന്നുള്ള 3 ആകും, 2 ആകും, അതൊക്കെ കുറയും കമ്പാരിറ്റീവ്ലി. അത് ബാറ്ററിയുടെ കപ്പാസിറ്റിയും ബാറ്ററിയുടെ ലൈഫും പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടുവന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.